എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം അധ്യായം 51 ശ്ലോകം 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഭഗവാന്റെ ആ തേജസ് കൊണ്ട് ഗുഹയിലത്തെ അന്ധകാരമൊക്കെ ഇങ്ങനെ മാറിപ്പോയത് കൊണ്ട് സാധാരണ ഒരു മനുഷ്യനല്ല, സൂര്യനാണോ ചന്ദ്രനാണോ ഇന്ദ്രൻ തന്നെയാണോ എന്നൊക്കെ ഇതാ സംശയിക്കണം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 31. മന്യേ ത്വാം ദേവദേവാനാം ത്രയാണാം പുരുഷർഷഭം യൽബാധസേ ഗൃഹാത്വാന്തം പ്രദീപ പ്രഭയായഥാ. അപ്പൊ പിന്നെ പറയണു അതൊന്നും പോരാ, മുമ്പ് ശങ്കിച്ചതൊന്നും ശരിയല്ല, അതിനേക്കാളും എന്താ മഹാത്മാവായിട്ടുള്ള ആളാണ് എന്ന് വിചാരിച്ചിട്ട് ഇതാ പിന്നെയും പറയുന്നു. സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്യുന്നവരായ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാര് ആയിട്ടുള്ള 3 ദേവന്മാർക്കും ദേവനായിരിക്കുന്ന ഭഗവാൻ പരമാത്മാവായിട്ടുള്ള നിന്ദുരുവടിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഭഗവാന് അവിടുത്തെ ആ ദിവ്യമംഗള വിഗ്രഹത്തിൽ നിന്ന് വ്യാപിക്കുന്ന ആ കാന്തി വിശേഷത്താൽ ഈ പർവ്വത ഗുഹയിലുള്ള ഇരുട്ട് മുഴുവൻ നീങ്ങി. അതുപോലെ അങ്ങയുടെ ദർശന മാത്രത്താൽ എന്റെ ഹൃദയ ഗുഹയിൽ ഇതുവരെ നിബിഡമായി നിറഞ്ഞിരുന്ന ആ അറിവില്ലായ്മയാകുന്ന അജ്ഞതയാകുന്ന അന്ധകാരവും നീങ്ങിയിരിക്കുന്നു. അതിനാൽ സർവഭൂത ഗുഹാശയനായ പരമാത്മാവ് ഭഗവാനായ നിന്ദുരുവടി തന്നെയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുന്നു. ശുശ്രൂഷതാം അവ്വണീകം അസ്മാകം നരപുംഗവ സ്വജന്മകർമ്മ ഗോത്രം വാ കഥ്യതാം യതി രോചതേ. ഹേ പുരുഷോത്തമ, അവിടുത്തെ മാതാപിതാക്കന്മാര് ആരാണ്? അങ്ങയുടെ പ്രവൃത്തി എന്താണ്? ഏത് വംശം അങ്ങയാൽ അലങ്കരിക്കപ്പെട്ടു എന്നുള്ള പരമാർത്ഥം അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വിരോധമില്ലെങ്കിൽ അത് യാതൊന്നും മറയ്ക്കാതെ കൃപ ചെയ്ത് അരുളി ചെയ്യണമേ എന്ന് പറയണം മുജുകുന്ദൻ. വയം തു പുരുഷവ്യാഘ്ര ഐക്ഷ്വാകാക്ഷത്രബന്ധവ മുജുകുന്ദ ഇതി പ്രോക്തോ യൗവനാശ്വാത്മജ പ്രഭോ. ഹേ പുരുഷശ്രേഷ്ഠ, എന്റെ വിവരം ഞാൻ പറയാം. ഹേ പ്രഭു, ഞാനും എന്റെ പൂർവികന്മാരും ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച ക്ഷത്രിയ രാജാക്കന്മാരാണ്. എന്റെ അച്ഛൻ യുവനാശ്വന്റെ പുത്രനായ മാന്ധാതാവാണ്. എന്റെ പേര് മുചുകുന്ദൻ. ചിരപ്രജാഗരശ്രാന്തോ നിദ്രയാവഹതേന്ദ്രിയ ശയേസ്മിൻ വിജനേ കാമം കേനാപ്യുത്ഥാപിതോധുനാ. ഞാൻ വളരെ കാലം ഉറക്കൊഴിച്ചു, അതിനാൽ നന്നെ ക്ഷീണമുണ്ടായി. ഇഷ്ടാനുസരണം ഉറങ്ങാനായിട്ട് ഒരു ഗുഹയിൽ വന്ന് കിടക്കുകയായിരുന്നു. നിദ്രയുടെ ശക്തിയാൽ ഇന്ദ്രിയങ്ങളെല്ലാം അടങ്ങിയിരുന്നു. ഇപ്പോൾ ഏതോ ഒരു പുരുഷൻ വന്ന് എന്നെ ഉണർത്തി. സോപി ഭസ്മീകൃതോ നൂനം ആത്മീയേനൈവ പാപ്മന അനന്തരം ഭവാൻ ശ്രീമാൻ ലക്ഷിതോ മിത്രശാദന. എന്നെ ഉണർത്തിയ ആ പുരുഷൻ അപ്പൊ തന്നെ ഭസ്മമായി പോയി. അതിന് കാരണഭൂതൻ ഞാനല്ല, അവൻ ചെയ്ത പാപം തന്നെയാണ് അവന് ഭസ്മമാക്കിയത് എന്നുള്ളതിൽ സംശയമില്ല. ഉടനെ തന്നെ ശത്രുക്കളെ എല്ലാം സംഹരിക്കത്തക്ക പരാക്രമശാലിയും ലക്ഷ്മി സഹിതനുമായ നിന്ദുരുവടിയെ ഇതാ കാണാനിടയായിരിക്കുന്നു. തേജസാവിഷഹ്യേണ ഭൂരിദ്രഷ്ടും ന ശക്നുമ ഹതൗജസോ മഹാഭാഗ മാനനീയോസി ദേഹിനാം. ഹേ മഹാപുരുഷ, നിന്ദുരുവടിയുടെ തേജസ്സിനെ നോക്കുമ്പോൾ എന്റെ എല്ലാ ഇന്ദ്രിയങ്ങളും തളരുന്നു.
അതിനാൽ അങ്ങയെ അധിക നേരം നോക്കാൻ തന്നെ എനിക്ക് ശക്തിയില്ല. ഇന്ദിരുവടി സകല ശരീരികൾക്കും നമസ്കരിക്കാൻ തക്ക സ്ഥാനമാകുന്നു. ഏവം സംഭാഷിതോ രാജ്ഞ ഭഗവാൻ ഭൂതഭാവന പ്രത്യാഹ പ്രഹസൻ വാണ്യാ മേഘനാദഗപീരയ. സർവഭൂതങ്ങളെയും സംരക്ഷിക്കുന്ന ഭഗവാനായ ശ്രീകൃഷ്ണൻ ഇപ്രകാരം രാജാവ് ചോദിച്ചത് കേട്ടപ്പോ പുഞ്ചിരിപ്പുണ്ടും കൊണ്ട് മേഘശബ്ദം പോലെ അത്യുച്ചത്തിൽ മറുപടി പറഞ്ഞു. ശ്രീ ഭഗവാൻ ഉവാച ജന്മകർമാഭിധാനാനി സന്ധിമേംഗ സഹസ്രശ ന ശക്യന്തേ അനുസംഖ്യാതും അനന്തത്വാൻ മയാഭിഹി. ഭഗവാൻ പറയാണ്, ഹേ മഹാനുഭാവ, എനിക്ക് ജന്മങ്ങളും കർമ്മങ്ങളും പേരുകളും കുറച്ചൊന്നുമല്ല, എത്രയോ ആയിരമുണ്ട്. അനന്തമായിരിക്കുന്നതിനാൽ എനിക്കും കൂടി അതെല്ലാം നിർണയിച്ചു പറയാൻ സാധ്യമല്ല എന്ന് പറയുന്നു. കൊചിൽ രജാംസി വിമമേ പാർത്ഥിവാന്യൊരു ജന്മഭി ഗുണകർമാവിധാനാനി നമേ ജന്മാനി കർഹിജിൽ. ഭൂമിയിലുള്ള പരമാണുക്കളൊക്കെ അനേക ജന്മങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഇത്രയെന്ന് കണക്കാക്കാം. പക്ഷേ എന്റെ ജന്മകർമ്മ ഗുണനാമധേയങ്ങൾ കണക്കാക്കാൻ ഒരിക്കലും സാധിക്കുന്നതല്ല. കാലത്രയോപന്നാനി ജന്മകർമാണി മേ നൃപ അനുക്രമന്തോ നൈവാന്തം ഗച്ഛന്തി പരമർശയ. ഹേ രാജാവേ, ഞാൻ ഇതിനു മുമ്പും ഇപ്പോഴും ഇനി മേലിലും എടുത്തതും എടുത്തുകൊണ്ടിരിക്കുന്നതും എടുക്കാൻ പോകുന്നതുമായ ജന്മങ്ങൾ കണക്കാക്കാൻ പരമയോഗ്യന്മാരായ ഋഷികള് മുമ്പും ഇപ്പോഴും ഇനി മേലിലും എത്ര തന്നെ ശ്രമിച്ചാലും അവർക്കും കൂടി കഴിയില്ല നിശ്ചയം എന്ന് പറഞ്ഞു ഭഗവാൻ മറുപടി പറയാം. തഥാപ്യദ്യതനാന്യംഗ ശൃണുഷ്വഗതോ മമ വിജ്ഞാപിതോ വിരിഞ്ചേന പുരാഹം ധർമ്മഗുപ്തയെ ഭൂമേർഭാരായമാണാനാം അസുരാണാം ക്ഷയായ ച. ത്രികാലങ്ങളിലുമുള്ള ജന്മകർമാദികളെ നിർണയിക്കാൻ ആർക്കും കഴിയില്ല. എങ്കിലും ഹേ രാജാവേ, എന്റെ ഇപ്പോഴത്തെ ജന്മാദികള് ഞാൻ അങ്ങയോട് പറയാം, കേൾത്തോളൂ. പണ്ട് ബ്രഹ്മാവ് എന്റെ അടുത്ത് വന്നിട്ട് ലോകത്തിൽ ക്ഷയിച്ചു വരുന്ന ധർമ്മകർമ്മങ്ങൾ നിലയ്ക്ക് നിർത്തണമെന്നും ധർമ്മകർമ്മങ്ങളെ മുടക്കുന്ന അസുര അംശഭൂതന്മാരായ രാജാക്കന്മാര് വർദ്ധിച്ച് ഭൂമിക്ക് ഭാരമായി ഭവിച്ചിരിക്കുന്നു, അവരെ സംഹരിച്ച് ഭൂമി ഭാരത്തെ തീർക്കണമെന്നും പ്രാർത്ഥിച്ചു. അവതീർണോ യദുകുലേ ഗൃഹ ആനകദുന്ദുഭേ വദന്തി വാസുദേവേതി വസുദേവസുതം ഹിമാം. ആ കാര്യം നിർവഹിക്കാനായിട്ട് ഞാൻ യദുകുലത്തിൽ വസുദേവ ഗൃഹത്തിൽ അവതരിച്ചു. അതുകൊണ്ട് വസുദേവന്റെ പുത്രൻ എന്ന അർത്ഥത്തെ ബോധിപ്പിക്കുന്നതായ വാസുദേവൻ എന്ന് ജനങ്ങള് എന്നെ വിളിക്കുന്നു എന്ന് പറയണു ഭഗവാൻ. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.